മലപ്പുറത്ത് ഇപ്പോൾ കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം അതെന്നും തുടരുകയാണ്. സച്ചിൻ സ്വാലിഹുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാലിഹ്, ഏത് രീതിയിലാണ് ഇന്നത്തെ തെരച്ചിൽ തുടരുന്നത്? ഒപ്പം തന്നെ ഈ കടുവയെ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ അത് എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? ഈ കടുവക്കായുള്ള തെരച്ചിൽ നടക്കുക. ഇന്ന് ഈ 50ഓളം ക്യാമറകൾ ഇന്നലെ ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ രാവിലെ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ക്യാമറകളിൽ അത് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇല്ലെങ്കിലും ഇന്ന് 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് സാധ്യതയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്താനാണ് ആലോചിക്കുന്നത്. 2 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചിരുന്നു. ഒന്ന് ഈ ടാപ്പിംഗ് തൊഴിലാളി അബ്ദുൽ ഗഫൂറിനെ കടിച്ചുകൊണ്ടുപോയ സ്ഥലത്തും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് അതിന്റെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ ഭാഗത്തുമായി ഇത്തരത്തിൽ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിനകത്ത് ഇത് ഇന്നലെ കയറിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ നിരീക്ഷണ ക്യാമറകളിൽ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. 3 സംഘങ്ങളായി 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായാണ് തെരച്ചിൽ. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ഓഫീസർമാരും ഈ സംഘത്തിലുണ്ട്. ശരി സ്വാലിഹ്, മലപ്പുറം കാളിക്കാവിലാണ് ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ ഇന്നും ശ്രമം തുടരുകയാണ്. 20 പേരടങ്ങുന്ന 3 ടീമുകളാണ് തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ കടുവയെ നിരീക്ഷിക്കുന്നതിനായി 50ലധികം ക്യാമറകളും കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ സംവിധാനമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ കടുവയെ പിടികൂടി മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സ്വാലിഹ് വിശദാംശങ്ങൾ നൽകിയത്.